അപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ഐറ്റം വന്നിട്ടുണ്ട് ഫോർച്യൂണർ കേട്ടോ. അപ്പോൾ ഈ ഫോർച്യൂണർ 2012 വണ്ടിയാണ് നമുക്ക് വന്നിട്ടുള്ളത് ടൈപ്പ് 2. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു ഫോർച്യൂണറാണ്. ഈ വണ്ടി നമുക്ക് തമിഴ്നാട്ടിൽ നിന്നാണ്, തിരുപ്പൂർ ഭാഗത്ത് നിന്ന് വന്നൊരു വണ്ടിയാണ്. അപ്പോൾ കുറച്ചൊരു മാറ്റങ്ങൾ, കുറച്ചെന്ന് പറഞ്ഞാൽ നല്ല മാറ്റമാണ് നമുക്കൊരു വണ്ടിയിൽ ചെയ്യാനുള്ളത്. മേജറായിട്ട് നോക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട് ലുക്കേ അപ്പടി മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ, ഫോളോ ചെയ്യാനും മറക്കണ്ട. നിലവിൽ നമ്മളൊരു വണ്ടിൻ്റെ ഫ്രണ്ട് ലുക്ക് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഓയി സെറ്റപ്പിലാണ് വണ്ടി ഉള്ളത്. ഓയി സെറ്റപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ടൈപ്പ് 2 ലുക്ക് തന്നെയാണ്. പിന്നെ നമുക്കിതൊരു എക്സ്ട്രാ ഒരു TRD സ്കേർട്ട് വണ്ടിയിൽ ഓൾറെഡി ഉണ്ട് കേട്ടോ. അത് ABS സ്കേർട്ട്സ് ആണ്. പിന്നീട് നമ്മൾ ആ ഒരു ഗിൽ പോർഷനൊക്കെ നമ്മൾ ആ ഒരു സ്റ്റോക്ക് ഗിൽ പോർഷനാണ്. ഹെഡ് ലാമ്പ് നോക്കുമ്പോൾ നമ്മൾ ആ ഒരു സ്റ്റോക്കാണ്. പിന്നെ എക്സ്ട്രാ കുറച്ച് ക്രോം എലമെൻറ്റ്സ് നമ്മളിതിൽ കൊടുത്തിട്ട് നമ്മളല്ല കസ്റ്റമർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ വന്നാലും കുറച്ചധികം പഴക്കമുള്ളത് 2012 ഒരു വണ്ടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ചെയ്യുന്ന മാറ്റം എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ഒരു ലെക്സസിൻ്റെ കിറ്റാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ലെക്സസിൻ്റെ കിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രണ്ട് ബമ്പറും അതേപോലെ തന്നെ ഗിൽ പോർഷൻ കംപ്ലീറ്റ് ചേഞ്ച് വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ഫോഗ് ലാമ്പിലും അതേപോലെ അടിയിലൊരു DR ലൈറ്റ്സും നമുക്കൊരു കിറ്റിൽ വരുന്നുണ്ട്. വേറെ പ്രത്യേകിച്ചൊരു മാറ്റങ്ങളും നമ്മൾ ഫ്രണ്ടിൽ ചെയ്യുന്നില്ല, കാരണം നമുക്ക് ഫുൾ പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ആ ഒരു ഫ്രണ്ട് കിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. അതോടൊപ്പം തന്നെ വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഹെഡ് ലാമ്പ് യൂണിറ്റാണ്. അപ്പോൾ നമ്മൾ ഹെഡ് ലാമ്പ് യൂണിറ്റ് നമ്മൾ ഒരു ആഫ്റ്റർ മാർക്കറ്റിൽ വരുന്ന ഹെഡ് ലാമ്പ് യൂണിറ്റും നമ്മൾ ഈ വണ്ടിൻ്റെ ഫ്രണ്ടിൽ ചെയ്യുന്നുണ്ട്. പിന്നീട് നമുക്ക് ആ ഒരു ഫ്രണ്ട് ഗില്ല് നമുക്ക് ക്രോമിലും അതേപോലെ തന്നെ നമുക്കൊരു ഗ്രേ കളറിലുമാണ് ഒരു ഗില്ല് വരിക. അപ്പോൾ അത് ഗ്ലോസി ബ്ലാക്ക് ആക്കണം എന്നുള്ളത് നമ്മൾ കസ്റ്റമറോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, കൺഫർമേഷൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ഒരു 2 ലുക്കിലായിട്ട് നമുക്ക് ഒന്നുകൂടി ചിലപ്പോൾ നമ്മൾ ആ ഒരു ബ്ലാക്ക് ഗ്ലോസി ബ്ലാക്കിലോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഗ്രേ കളറിലോ ആയിട്ട് കണ്ടിന്യൂ ചെയ്യും. സൈഡിൽ വരുമ്പോൾ നമ്മൾ സൈഡിൽ വലിയൊരു മാറ്റങ്ങളൊന്നും ചെയ്യുന്നത്, കാരണം നമുക്ക് ടച്ചിങ് കുറച്ചുണ്ട്, പക്ഷേ കസ്റ്റമറൊന്നും പറഞ്ഞില്ല. തിരുപ്പൂർ നിന്ന് വണ്ടിയാണ്, അപ്പോൾ അവർക്ക് ഇനി എന്താണെന്ന് പറഞ്ഞിട്ടില്ല. വേറെ പ്രത്യേകിച്ച് അപ്ഡേഷൻസ് ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല സൈഡിൽ. പിന്നീട് നമുക്ക് വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്ക് പോർഷനിലാണ്. ബാക്ക് പോർഷനിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു ലെക്സസിൻ്റെ ബമ്പർ നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്രോസ് ബാർ, ഈ ഒരു കമ്പിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചു, ചിലപ്പോൾ നമ്മളത് റിമൂവ് ചെയ്യും. ചിലപ്പോൾ നമുക്ക് തമിഴ്നാടും അതുപോലെ കർണാടക വണ്ടികളൊക്കെ ഒരുപാട് എത്ര നല്ല വണ്ടിയാണെങ്കിലും ഈ ഒരു ക്രോസ് ബാർ, ഈ ഒരു കമ്പി അധികം കമ്പി എന്ന് പറയുന്നത് തോന്നരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ ക്രാഷ് ഗാർഡ് കേട്ടോ, ക്രാഷ് ഗാർഡ് അധികം വണ്ടിക്കും നമ്മൾ ക്രോസ് ബാർ അല്ല, ക്രാഷ് ഗാർഡ് അധികം വണ്ടിക്കും വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ അത് വെക്കേണ്ടി വരും. പിന്നീട് വേറെ മാറ്റങ്ങൾ ടൈൽ ലാമ്പിൻ്റെ കാര്യം നമുക്ക് ചിലപ്പോൾ നോക്കാം. ഹെഡ് ലാമ്പ് എന്തെങ്കിലും മാറ്റുന്നുണ്ട്, ടൈൽ ലാമ്പിൻ്റെ കാര്യം ചിലപ്പോൾ മാറ്റാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും റിയർ ബമ്പറും നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിയർ പോർഷനിൽ വരുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വണ്ടിയിൽ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഒരു ലെക്സസിൻ്റെ കിറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. അതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽ എന്തെങ്കിലും വൈറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ആ ഒരു ക്രോം എലമെൻറ്റ്സ് കംപ്ലീറ്റ് നമ്മൾ ബ്ലാക്ക് ആക്കണം എന്നുള്ള കാര്യം കൺഫേം ആയിട്ടില്ല. അപ്പോൾ രണ്ടിലൊന്നും നമ്മളത് ചെയ്യും. പിന്നീട് നമ്മൾ മാറ്റം എന്ന് പറഞ്ഞാൽ ഹെഡ് ലാമ്പ് യൂണിറ്റാണ്. ഹെഡ് ലാമ്പ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കിൽ റിയർ ബമ്പർ മാറുന്നുണ്ട്. ടൈൽ ലാമ്പിൻ്റെ കാര്യമൊന്നും സംസാരിച്ചില്ല. വേറെ പ്രത്യേകിച്ച് നമുക്കൊരു വർക്കൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഒരു ബിഗ് വർക്ക് എന്ന് പറയാൻ കാരണം വണ്ടിൻ്റെ ഫേസ് ലിഫ്റ്റാണ്, കാരണം നമ്മൾ വണ്ടിൻ്റെ ഫേസ് അപ്പടി മാറ്റാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്താലോ. Of grey, but I've been going tired again and time again. I hope that you will see my heart too, but you don't remember me like I remember you, like I remember you. I've been searching for the right time, but there's never a right time, only a wrong time. And I wish I could just be honest. അപ്പോൾ ഫൈനലി നമ്മളെ ഫോർച്യൂണർ വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടോ. അപ്പോൾ കുറച്ചൊരു അപ്ഡേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ കാണാൻ പറ്റും. ഫസ്റ്റ് നോക്കുമ്പോൾ നമ്മൾ ഈ വണ്ടിൻ്റെ ലുക്ക് തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ ഫോർച്യൂണറിൽ നമ്മൾ ലെക്സസിൻ്റെ കിറ്റാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം നമ്മൾ ലെക്സസിൻ്റെ കിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫ്രണ്ട് ബമ്പർ പോർഷൻ കംപ്ലീറ്റ് ചേഞ്ച് ആവുന്നുണ്ട്. അതോടൊപ്പം എന്താ ഒരു ഗിൽ യൂണിറ്റും, ഒരു ബിഗ് സൈസ് ഗിൽ യൂണിറ്റാണ് നമുക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു പോർഷനിൽ ഒരു ലൈറ്റ്സ് വരുന്നുണ്ട്. ഫോഗ് ലാമ്പ് നമുക്ക് പഴയ തന്നെയാണ് കേട്ടോ, പക്ഷേ ഇവിടെയാണ് നമുക്ക് ആ ഫോഗ് ലാമ്പിൻ്റെ ഓപ്ഷൻ വരുന്നത്. അതേപോലെ ഇവിടെ ഒരു ഡാനൈറ്റ് ലൈറ്റ് വരുന്നുണ്ട്. ഇത് നമ്മൾ പാർക്കിനാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മളിതിൻ്റെ ഹെഡ് ലാമ്പ് യൂണിറ്റ്, ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാമ്പ് യൂണിറ്റും നമ്മൾ ഈ വണ്ടിയിലേക്ക് ചെയ്തിട്ടുണ്ട്. പെയിൻറ്റിങ്ങിന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ട് ബമ്പർ നമ്മൾ ഡുവൽ ടോണിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മളൊരു ബമ്പറിൽ ചില പോർഷൻസ് കണ്ടോ,
ഇങ്ങനെ വരുന്ന ചില പോർഷൻസ് നമ്മൾ ഒരു ഗ്ലോസി ബ്ലാക്കും അതേപോലെ ഈ ഒരു ലൈന് വരുന്നുണ്ട് ഇവിടെ. ഈ ഒരു പോർഷനിൽ നമ്മൾ ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫ്രണ്ട് ഗ്രില്ല് നമുക്കൊരു ഗ്രേ കളറായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതും ഒരു ഗ്ലോസി ബ്ലാക്കിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ലോഗോ വന്നിട്ട് നമുക്ക് ടൊയോട്ടയുടെ ലോഗോ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളൊരു നമ്പർ പ്ലേറ്റിൻ്റെ ബേസാണ് കണ്ടോ, ഈ ഒരു ബേസും നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ഗ്രില്ലിൻ്റെ കംപ്ലീറ്റ് സൈഡ് പോർഷന് നമുക്ക് വരുന്നത് ക്രോം ഫിനിഷാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ക്രോം ഫിനിഷ് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വണ്ടി മൊത്തത്തിലൊന്ന് കട്ട് പോളിച്ചിട്ടുണ്ട്. കാരണം വണ്ടി ഇച്ചിരി ശോകമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ മൊത്തത്തിലൊരു യെല്ലോ ഷെയ്ഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വണ്ടി ഒന്ന് മൊത്തം പോളിഷ് ചെയ്യേണ്ട, വണ്ടി വാഷ് ചെയ്തില്ല കേട്ടോ. കാരണം നമ്മൾ പോളിഷ് ചെയ്തിട്ട് നേരെ കൊണ്ടുവരാൻ ചെയ്ത്. പിന്നീട് നമ്മൾ റിയറിലാണ് കേട്ടോ. റിയറിൽ വരുമ്പോൾ നമ്മൾ റിയറിലൊരു ബമ്പർ മാത്രമാണ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ആ ഒരു ബമ്പറിൽ നമ്മൾ ഈ ഒരു പോർഷനിൽ നമ്മളൊരു ലൈറ്റ്സ് നമ്മൾ 3 ഫങ്ഷണൽ ലൈറ്റ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു ഫ്ലിക്കർ ലൈറ്റ് കണ്ടോ, ഇവിടെ ഒരു ബ്രേക്ക് വരുന്ന ഒരു ഫ്ലിക്കർ ലൈറ്റും ഈ ഒരു പോർഷനിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ റിയർ ബമ്പറും നമ്മൾ ഡുവൽ ടോണിലാണ് പെയിൻ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ബ്ലാക്കും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കോമ്പിനേഷൻ. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ള മാറ്റങ്ങൾ. മെയിൻലി നോക്കുമ്പോൾ നമ്മളൊരു ലെക്സസ് കിറ്റാണ്. അതിൽ ഫ്രണ്ട് ബമ്പറും ബാക്ക് ബമ്പറും അതോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു ബിഗ് സൈസ് ഗ്രില്ലും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ആ ഒരു DR ലൈറ്റ്സ് ഈ ഒരു പോർഷനിലും ലൈറ്റ്സും നമ്മൾക്ക് ഒരു കിറ്റിൽ ഇൻക്ലൂഡിങ് ആണ്. പിന്നീട് നമ്മൾ ചെയ്തൊരു മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി കംപ്ലീറ്റ് ഒന്ന് കട്ട് പോളിഷ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഹെഡ് ലാമ്പിൻ്റെ ബൾബ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മളെ ഫോഗിൻ്റെ ബൾബും ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തു. അതേപോലെ വണ്ടിൻ്റെ ഇൻറ്റീരിയർ കംപ്ലീറ്റ് നമ്മളൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടോ. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോയും. അപ്പോൾ ഇനി മറ്റേ വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ. Can't fix this, I hope you believe that I tried. Do you remember when you said you'd stay? When all of our memories kept us feeling okay. I know that you've been crying again, but time again I tried my best